എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല പുട്ടുപൊടി പോലെ ഇരിക്കുന്ന ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഒരു വലിയ ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു. നമുക്ക് അതിലേക്ക് വെള്ളം പറ്റി കഴിയുമ്പം തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 4 തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തെ വലിയ കളഞ്ഞു പോയതൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞില്ല. ചങ്ങയ്ക്ക് തന്നെ വിലയല്ലേ കളയുമായിരിക്കും. എന്നിട്ട് വെള്ളം പറ്റി കഴിയുമ്പോൾ ഇത് നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനൊപ്പം ചേർക്കുന്നത് ഒരു 4 തേങ്ങയല്ലേ, അപ്പം ഞാനൊരു 16 മുളക് എടുത്തിട്ടുണ്ട്. എരിവുള്ള മുളകാണേ, ഞെട്ടൊന്നും കളഞ്ഞിട്ടില്ല. ഞെട്ടൊടിയുമ്പോഴത്തേനും തേങ്ങയൊക്കെ പാകമായിട്ട് വരുമ്പോഴത്തേനും ഞെട്ടൊടിയാൻ പാകത്തിനാവും. പിന്നെ ഇതൊരു 250 ഗ്രാം ഉള്ളിയുണ്ട്. ഇത്ര ഉള്ളി വേണമെന്ന് വെച്ചാൽ ഇത്ര ഉള്ളി വേണം. ഇത്ര ഒരു 250 എന്ന് പറയാൻ ഞാൻ 1/2 കിലോ ഉള്ളി മേടിച്ചിട്ട് അതിൻ്റെ പകുതി എടുത്തതാണ്. അപ്പോൾ ഇത്രയും വേണം, എങ്കിലേ തേങ്ങ അരയ്ക്കുമ്പം എണ്ണ തെളിഞ്ഞ് കുഴഞ്ഞു പോകാതിരിക്കുള്ളൂ. പിന്നെ വേണ്ടത് കറിവേപ്പില. പേര് തന്നെ വേപ്പില കെട്ടിയെന്നല്ലേ. അളവ് നോക്കുമ്പം ഉള്ളിയേക്കാൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വാളംപുളി, അത് നമുക്ക് അവസാനം ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഉണ്ട്. അത് അരയ്ക്കുന്ന സമയത്ത് മതി. ഇപ്പോൾ ഇത് നമുക്ക് കരിഞ്ഞു പോകാതെ ഇളക്കി ഉണ്ടാക്കാം. ഞാൻ തീ കെടുത്തിയായിരുന്നു വെള്ളം പറ്റി കഴിഞ്ഞപ്പോൾ. ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം. വേപ്പില കെട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയി. നമുക്ക് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. കൈ വിടാതെ ഇളക്കി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നോളം വരെ നമ്മൾ ഇളക്കണം. മുളകിൻ്റെ ഞെട്ടൊക്കെ ഒടിയാറാകും. കറിവേപ്പിലയൊക്കെ നല്ല ഉണങ്ങി വരും. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഉഴുന്ന് പരിപ്പും പൊട്ടുകടലയൊക്കെ ചേർക്കുന്നുണ്ട്. ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല. ചേർക്കാതിരുന്നാൽ നമുക്ക് ഒരല്പം സാമ്പാറിന് വെള്ളം കൂടിപ്പോയാൽ ഇത് അല്ലെങ്കിൽ തീയൽ പെട്ടെന്നൊരു തീയൽ വെക്കണമെങ്കിൽ അന്നേരമൊക്കെ നമുക്ക് ഇതിൽക്കൂട്ട് ഈ ചമ്മന്തിപ്പൊടിയുടെ അല്പം എടുത്ത് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് അലിയിച്ച് ചേർത്താൽ പെട്ടെന്നൊരു തീയൽ വയ്ക്കാം. അല്ലെങ്കിൽ സാമ്പാറിന് ഇത്തിരി വെള്ളം കൂടിപ്പോയാൽ ചേർക്കാം. അങ്ങനെയൊക്കെയുണ്ട്. അതുകൊണ്ടൊന്നും ചേർക്കണമെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി പുളിയും ഉപ്പും ഇതും കൂടെ ചേർക്കുന്നു. ഇത് നമുക്ക് വറുത്തെടുത്തുകൊണ്ട് വരാം. നമ്മുടെ തേങ്ങ പതുക്കെ ഒരു കളറൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് അല്ലേ, ഒരു അല്പം മയമൊക്കെ ആ മുളകിലൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ വാടി. ഇതൊന്നും ആയില്ല, എന്നാൽ ഇനിയിപ്പം ഇളക്കാൻ ഇച്ചിരി എളുപ്പം വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ചോട്ടി പിടിക്കാതെ നമ്മൾ നോക്കണം. ഉണ്ട്, ചുവട്ടിലൊട്ടും പിടിക്കാതെ തീ കുറച്ച് വെച്ച് ഇളക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കുറച്ചധികം സമയമെടുക്കും. നമ്മുടെ തേങ്ങ വറുത്ത് വരുന്നുണ്ട്. കണ്ടോ, ആദ്യത്തേതിൻ്റെ ഒരു അളവൊക്കെ കുറഞ്ഞില്ലേ. ഒരു 3 ലിറ്ററിൻ്റെ ഭാഗം ഇനിയുള്ളൂ, ഇപ്പോൾ ഉള്ളൂ. ഇച്ചിരിയോടെ കുറയും, ഇച്ചിരിയുടെ വെള്ളം പറ്റുന്നുണ്ട്. ഇപ്പം കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നുണ്ട്. ഇതുവരെ ഇച്ചിരി തീ കൂട്ടി വെച്ച് ഇളക്കാമായിരുന്നു. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് വേണം ബാക്കി മൂപ്പിച്ചെടുക്കാൻ. നമ്മുടെ തേങ്ങ കറിവേപ്പിലയൊക്കെ ഒന്ന് ചെറുതായി ഉണങ്ങി വരുന്നുണ്ട്. ഉള്ളി അതുപോലെ തന്നെ കിടക്കും അല്ലേ. ഉള്ളിയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ തേങ്ങ ഒട്ടും കരിയാതെ നമുക്ക് കിട്ടുന്നത്. ഉള്ളിയും കറിവേപ്പിലയും മുളകും ഒക്കെ വറ്റൽമുളകും ഒക്കെ കിടക്കുന്നത് കൊണ്ട് തേങ്ങ നമുക്ക് കരിയാതെ വറുത്തെടുത്ത് കിട്ടി. തേങ്ങ ഏതാണ്ട് ആയി വന്നിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ കരിഞ്ഞ് നല്ല ഉണങ്ങി കറുത്ത നിറമൊക്കെ കാണാൻ അതിൻ്റെ അടുക്കള അല്ലേ, ഒരു പച്ച നിറമൊന്നുമില്ല. ഇനി മുളകെടുത്ത് ഒടിച്ച് നോക്കിയിട്ട് മുളകിൻ്റെ ഞെട്ട് നന്നായിട്ട് ഒടിയുമെങ്കിൽ പാകത്തിനായി. പൊടിയുന്നില്ല, അപ്പോൾ ഒരു അല്പം കൂടെ മൂക്കാനുണ്ട്. ഇനി മുളക് മൂക്കുന്നില്ല, തേങ്ങ ആയിന്നുണ്ടെങ്കിൽ തേങ്ങ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മുളക് തന്നെ ഇട്ട് വേണമെങ്കിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഞങ്ങൾക്ക് ഇത് ഇളക്കുന്ന ഒരു കിലുകിലാന്ന് ഒരു ശബ്ദം കേൾക്കാം. മുളക് മുഴുവനോടെ ഇട്ട് വറുക്കുന്നില്ലെങ്കിൽ തേങ്ങ
ഈ നിറമാകുമ്പം നമുക്ക് മുളക് പൊടി അതിൻ്റെ കൂടെ ചേർക്കാം. ഓരോരുത്തരുടെയും ഭാഗത്തിന് കൂടുതലോ കുറവോ എത്ര മുളക് എരിവാണെങ്കിലോ ആ മുളക് പൊടി ഈ സമയത്ത് ചേർത്തിട്ട് തീ കെടുത്തിയിട്ട് ചേർത്താലും മതി, അല്ലെങ്കിൽ നമുക്ക് ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇതുകൊണ്ടോ ഈ മുളക് ഇപ്പം കണ്ടോ, നമ്മുടെ പരന്നിരുന്ന മുളകൊക്കെ ഇപ്പം നല്ല കുറച്ചൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അത് ആ മുളക് മൂത്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഞെട്ടും കൂടെ നോക്കാം. ആ ഞെട്ടും മുമ്പത്തേനെക്കാട്ടിലും നല്ല ബലം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത്രയും മതി. ഇത്രയും നന്നായിട്ട് ശ്രദ്ധിച്ച് വറുത്തത് കൊണ്ടാണ് ഇത് ഒട്ടും ചോട്ടി പിടിക്കാതെ ഇങ്ങനെ നല്ല കളറ് കിട്ടിയത്. അതല്ലെങ്കിൽ കുറച്ച് തേങ്ങ വെളുത്തിരിക്കും, കുറച്ച് കരിഞ്ഞു പോകും. അപ്പോൾ എണ്ണയും തെളിഞ്ഞ് വരികയില്ല, എണ്ണയും കരിഞ്ഞ് പോവും. എണ്ണ കത്തിപ്പോകാതെ തീ കുറച്ച് തന്നെ ആദ്യം ഇളക്കണം, അവസാനം ഇളക്കണം. നല്ല പോലെ ഓട്ടം വന്നു കഴിയുമ്പോൾ മാത്രം കുറച്ച് സമയം നമുക്ക് തീ കൂട്ടി വെച്ച് ഇളക്കാം. അപ്പോൾ ഇത് മതി. ഞാൻ ഇതങ്ങോട്ടും തീ ഓഫാക്കിയിട്ട് മാറ്റാൻ പോവാം. മാറ്റാതെ അതിനകത്ത് വെച്ചുകൊണ്ടിരുന്നാൽ ഒരു വശം നമുക്ക് തീ ഓഫാക്കിയപ്പോൾ ഈ പാത്രം വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാനായിപ്പത്തിനകത്ത് ഇതിനകത്തേക്ക് തേങ്ങ ചിരണ്ടിയ പാത്രം തന്നെയാണ്, അതങ്ങോട്ട് തൂത്തിട്ട് വെച്ചു. ഒട്ടും കരിയാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ എണ്ണ ചൂടായതിൻ്റെ പാത്രം ഒരു ശകലം ഒന്ന് ഒരു കറവൽ വന്നിട്ടുണ്ട്. അത്രയും പോലും വരാതെ ഒന്നും നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് ഈ മുളക് ഇനി അടുപ്പേ വെക്കേണ്ട കാര്യമില്ല കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ക്യാമറയുടെ മുമ്പിലേക്ക് വെച്ചെന്നേ ഉള്ളൂ. ഈ മുളകുകൾ പെറുക്കി ഇതിനകത്തേക്ക് ഇട്ട് വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം മുളക് വേണം പൊടിച്ചെടുക്കാം. മുളക് ഉപ്പും കൂടെ പൊടിക്കണം. മുളക് പൊടിക്കുമ്പോൾ നമുക്ക് തുമ്മാതിരിക്കാൻ വേണ്ടി ഉപ്പും കൂടെ ചേർത്ത് പൊടിക്കും. അത് പൊടിഞ്ഞതിന് ശേഷമാണ് തേങ്ങയും ഉള്ളിയും കറിവേപ്പിലയൊക്കെ കൂടെ വറുത്തത് ഇട്ട് വയ്ക്കുന്നത്. ചൂടാണ്, അതുകൊണ്ട് തെരുതെരെ പെറുക്കിയിടാൻ പറ്റുന്നില്ല. ഇനി ഈ മുളക് അവിടെ ഇരുന്ന് ഒന്ന് ചൂടായിട്ട് തണുത്ത് വരും. അതുവരെ നമുക്ക് ഇതും തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിയുമ്പം രണ്ടും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം. നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഞാൻ മിക്സിയുടെ ജാർ ഇവിടെ കഴുകിയെടുത്ത് നന്നായിട്ട് വെള്ളം ആക്കി നേരത്തെ തന്നെ കഴുകി വെച്ചാണ് ഇതിലിട്ടാണ് പൊടിക്കുന്നത്. ഇതിലേക്ക് മുളകും അല്പം ഉപ്പ് പൊടിയും ചേർത്ത് പൊടിച്ചെടുക്കുക. മുളക് ആദ്യം ഇതിനകത്തേക്ക് പെറുക്കിയിടാം. അതാ നല്ല കിലുകിലാന്ന് കഴിക്കണം കേട്ടോ. ഇതിൻ്റെ ഞെട്ട് കളയേണ്ട ഒരു ആവശ്യമില്ല. ഞെട്ട് ഞാൻ കളഞ്ഞിട്ടില്ല. എനിക്ക് ഞെട്ട് കളയണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ കളയാൻ കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് പൊടി ചേർക്കാം. ഉപ്പ് പൊടി ചേർത്ത് പൊടിച്ചാൽ മുളകിൻ്റെ മണം നമുക്കൊരു ശല്യം ഉണ്ടാക്കിയല്ല, തുമ്മുവോ മൂക്ക് നീറുമോ ഒന്നുമില്ല. ഇത് മാറ്റി വെച്ചിട്ട് മിക്സിയുടെ ജാറെടുത്ത് പൊടിക്കുന്ന ഒച്ച നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നോക്കാം. നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഞാൻ അത്രയും മുളകും 4 തേങ്ങ ഉള്ളത് കൊണ്ടാണ് ഒരു സ്പൂൺ ഉപ്പുപൊടി ചേർത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പുപൊടി ചേർക്കാം, തേങ്ങയുടെ അളവനുസരിച്ച്. ഇനി നമുക്ക് ബാക്കി കോരിയിടാം. ഉള്ളിയും നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് തരുന്ന പൊടിഞ്ഞിരിക്കുന്നത്. ഇത്രയും പൊടിഞ്ഞത് പോരാന്നുള്ളവർക്ക് ഇതൊന്നും കൂടെ ഒരു സ്പൂണും കൊണ്ട് ഇളക്കിയിട്ടിട്ട് ഒന്നുകൂടെ പൊടിക്കാം. ഞാൻ ഒന്നുകൂടെ പൊടിക്കുന്നുണ്ട്. ചിലർക്ക് ചമ്മന്തിപ്പൊടി ഇങ്ങനെ തരിതരിയെന്നിരിക്കുന്ന ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് ഇത്രയും പൊടിച്ചിട്ട് നിർത്താം. അതല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ പൊടിക്കും. നമ്മൾ 2 പ്രാവശ്യമായിട്ടല്ലേ പൊടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പുളിയുടെ പകുതിയും കൂടെ ഇതിനകത്തിട്ട് കറക്കി എടുക്കാം. ബാക്കി
മറ്റേ പകുതി പൊടിക്കുമ്പോൾ അതിനകത്തിടാം. ഇനി ഞാനിത് ഈ സിപ്പ് ലോക്കിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ബാക്കി പൊടിച്ചെടുക്കാം. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി കണ്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് എടുത്ത് കാണിക്കാം. ഇതുണ്ടോ, നല്ല തരിതരോന്നല്ലേ ഇരിക്കണം, അല്ലാതെ ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. ഉപ്പൊക്കെ പാകത്തിനുണ്ട്, പുളിയുണ്ട്. ഇതിവിടെ തുറന്നിരിക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അടച്ചു വെക്കാം. 4 തേങ്ങ ചിരണ്ടിയിട്ട് ഈ സിപ്പിലോക്ക് കവറിൻ്റെ പകുതി ഇത്രയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു തൂക്കം നോക്കാം എത്രയുണ്ടെന്ന്. 4 തേങ്ങ നമ്മളുണ്ടാക്കിയിട്ട് 775